ജിമ്മി നെഞ്ചിടി പേരുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതുവരെ 1990കളുടെ തുടക്കത്തിൽ ഈ കുവൈറ്റ് വാർ വന്ന സമയത്ത് EMS ഇലക്ഷൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ സദാം ഹുസൈനോടൊപ്പം UDF ആർക്കൊപ്പം? ഭയങ്കര രസകരമായൊരു രാഷ്ട്രീയ ചർച്ച നടന്നിരുന്ന ഒരു കാലഘട്ടം. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിണറായി വിജയൻ ചോദിക്കുന്നു, ഇസ്രായേൽ പോലെ ഒരു തെമ്മാടി രാഷ്ട്രം, അതിനെ ലോകം എങ്ങനെ സഹിക്കുന്നു? ഞങ്ങളുടെ നിലപാട് ഇതാണ്, UDFൻ്റെ നിലപാട് എന്ത്? വളരെ രസകരമായ ഒരു പാരലാണ് ഈ രണ്ട് കാര്യങ്ങൾ. പക്ഷേ അതിനിടയ്ക്ക് ഇത്രയും വർഷം കടന്നുപോയി. ഇനി ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ഈ മണ്ഡലം മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമില്ലാത്ത ഒരേ ഒരു നിയോജക മണ്ഡലമാണ്. ഹിന്ദുക്കൾക്ക് കൂടി വോട്ടുള്ള മണ്ഡലമാണ്. അവിടെ ആര്യാടൻ മുഹമ്മദ് എന്ന മുസ്ലിം ലീഗ് വിരുദ്ധൻ പരസ്യമായി മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്ന, മുസ്ലിം ലീഗിനെതിരെ എന്തും നമുക്കറിയാവുന്നതാണ്. ആര്യാടൻ്റെ ഓരോ കാലത്ത്, ഇപ്പം എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അതിപ്പോൾ കിടന്ന് ഓടുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നുണ്ട്. അവരാരാണ്? അവർക്ക് ദേശീയതയെക്കുറിച്ച് എന്ത് നിലപാടാണുള്ളതെന്ന് വരെ ചോദിച്ച ആര്യാടൻ മുഹമ്മദ് സുഖമായി ജയിച്ചു വന്നിരുന്ന കുറേ കാലം. അതാണ് പോയിൻ്റ്. അപ്പോൾ ലീഗിൻ്റെ പിന്തുണയില്ലാതെ, അല്ലെങ്കിൽ ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണയില്ലാതെ കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന നിലമ്പൂർ. അവിടെ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും നിലമ്പൂർ തേക്ക് പോലെ ആര്യാടൻ മുഹമ്മദിൻ്റെ അത്രയും വലിയ സ്റ്റേച്ചറൊന്നും ആര്യാടൻ ഷൗക്കത്തിനില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു, അതൊരു പ്രശ്നമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പുരോഗമനവാദം, അതിനെതിരെയുള്ള ക്യാമ്പയിൻ, അദ്ദേഹം എടുത്ത സിനിമ, ഇതെല്ലാം ആര്യാടൻ മുഹമ്മദ് പോലെ ഈ മുസ്ലിം ക്ലർജിയെ, അല്ലെങ്കിൽ അവരുടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മതവാദത്തെയോ എന്ത് വാക്കുവേണമെങ്കിലും ഉപയോഗിക്കാം, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നത്. അത് അയാൾക്ക് പ്ലസ് പോയിൻ്റ്. യാഥാസ്ഥിക മുസ്ലിം ആ ഒരു പ്ലസ് പോയിൻ്റ് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ ഉണ്ട്. പക്ഷേ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അതുവരെ വളരെ സുഖമായി ജയിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് 2011 വേർത്താണ് ജയിക്കുന്നത്. 2016 2021 ഇടതുമുന്നണി ആ മണ്ഡലം പിടിക്കുന്നു. PV അൻവറിനെ ഉപയോഗിച്ചാണ്. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്, അരുവാൾ ചുറ്റികയല്ല. ഇങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഇതുവരെയുള്ള സ്ഥിതി. അവിടെ നിന്ന് ഈ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ CPM ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വാദം, നേരത്തെ കുഴിച്ച കുഴി എന്ന് പറഞ്ഞ സാധനം, ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയമെടുത്ത് ഉയർത്തുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് മുതലാണ് UDFന് പിന്തുണ കൊടുത്തു തുടങ്ങിയത്? ഇന്നലെയാണോ? 2019 അതിനുശേഷം 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, 2-3 തദ്ദേശം കൂടെ ചേർത്താൽ 2-3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പുകൾ ഒന്നുമില്ലാത്ത ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? അത് ഞാൻ വിചാരിക്കുന്നത് ഈ ഇലക്ഷന് വേണ്ടി മാത്രമല്ല, അടുത്ത പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള നീട്ടിവലിച്ചുള്ള ഒരു ഏറിയാണ്. മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റെ ഒരു വലിയ ചർച്ചയാക്കി ഇന്നേ വരെ ഇടതുമുന്നണി മാറ്റിയിട്ടില്ല, ഒരു ഇലക്ഷൻ വിഷയമാക്കി മാറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ അതങ്ങനെ ആക്കുന്നു. ഇതൊക്കെ UDFനും പകരം LDFിലേക്ക് ആളുകളുടെ വോട്ടുകളെ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കരുതുന്നു അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. 2 പ്രശ്നങ്ങൾ. കഴിഞ്ഞ തവണ 2000 വോട്ടിന് ജയിച്ച PV അൻവർ ഇത്തവണ ഇലക്ഷന് മത്സരിക്കുകയാണ്. PV അൻവർ ചോദിക്കുന്നത് മുഴുവൻ പിണറായി വിജയനെതിരെയുള്ള വോട്ടാണ്. അത് കൃത്യമായി UDFനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. PV അൻവറിൻ്റെ ടാർഗറ്റ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു UDF ആണ്. പക്ഷേ ഒരു തരത്തിലും ജയിക്കാൻ സാധ്യതയില്ലാത്ത PV അൻവറിന് പിണറായി വിരുദ്ധ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ പോകുമോ? നമ്മൾ ഇത്രയും നാൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി, ഇത് വർഗീയത, മലപ്പുറം ജില്ലയെ ആദ്യം ആരാണുണ്ടാക്കിയത്, അല്ല ആ ജില്ലയ്ക്ക് വേണ്ടി എതിർത്തതാരാണ്, ഇതെല്ലാം പറയുമ്പോഴും ഗ്രാസ് റൂട്ട് ലെവൽ ഇതൊക്കെ ചർച്ചയാവുന്നുണ്ടോ? നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ബൈറ്റുകൾക്ക് മുമ്പിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ പറയുന്ന മറുപടിയാണ്. അല്ലാതെ അവരിങ്ങോട്ട് വന്ന് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ബൈറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ കൃത്യമായ ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ആൻറ്റി ഇൻകംബൻസി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇപ്പോഴും. കഴിഞ്ഞ തവണത്തെ 2000 വോട്ട് പിടിച്ച PV അൻവർ മറുവശം പോയാലും UDFന് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്തും ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാലത്തും ലീഗ് അങ്ങനെ കാര്യമായി ഈ മുന്നണി ഈ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല തവണ ആര്യാടൻ മുഹമ്മദിന് പാരവച്ചിട്ടുണ്ട്, ആര്യാടൻ ഷൗക്കത്തിന് പാരവച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗിന് കോൺഗ്രസിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ബാറ്റിലാണത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പോവുക എന്നാൽ മുസ്ലിം ലീഗിന് ആലോചിക്കാൻ പോലും പറ്റില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് LDFിലേക്ക് പോകാനും പറ്റില്ല. ലീഗാണ് ഇവിടെ ഫൈറ്റ് ഇലക്ഷൻ ലീഡ് ചെയ്യുന്നത്. ആദ്യമായി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ഒരു മനസ്സോടെ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം നെഞ്ചെടുപ്പ് വേണ്ട, UDF വരും. അപ്പോൾ ഇതൊരു പൊസിഷനാണ്. ആ പൊസിഷനിൽ 2-3 ആർഗ്യുമെൻറ്റുകളൊന്ന് ചോദിക്കുന്നത്, ഈ
2019 മുതൽ UDF പിന്തുണ കൊടുത്തിട്ടും അന്ന് ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചർച്ചാ വിഷയമാക്കുന്നുണ്ടെങ്കിലും പ്രധാന വിഷയമാകാത്തത് അന്നൊന്നും ഇതേപോലെ ഒരു തുറന്ന സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്തിട്ടില്ല, VD സതീശൻ കൊടുത്തതുപോലെ. ഇന്നിപ്പോൾ ഇടതുപക്ഷം ചോദിക്കുന്നൊരു ചോദ്യം അതാണ്, VD സതീശൻ കൊടുത്തതുപോലൊരു സർട്ടിഫിക്കറ്റ് എന്തിനായിരുന്നു? അത് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കറക്റ്റാണ്. അങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ടാണ് 2019 2021 പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അങ്ങനെ ഒരു ചോദ്യം ഇടതു മുന്നണി ചോദിച്ചിരുന്നോ? ചോദിച്ചിട്ടില്ല. ഇത്തവണയാണ് വിഷയമായത്. എന്നു മുതലാണ് ഇടതു മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രശ്നമായി തുടങ്ങിയത്? എന്നു മുതലാണ് മുസ്ലിം ഫണ്ടമെൻ്റലിസം ഒരു പ്രശ്നമായി തുടങ്ങിയത്? അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, VD സതീശൻ അങ്ങനെ ഉത്തരം പറഞ്ഞു, അതൊരു ചർച്ചയായി. പക്ഷെ ഞാൻ കരുതുന്നത് മുസ്ലിം ലീഗ് ഈ ഇലക്ഷൻ ലീഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു വിഷയം ലീഗ് വോട്ടുകളെ, മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അത് നമ്മളുടെ ചാനൽ ചർച്ചകളിലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കും ഇടയിൽ നിന്നൊരു ഫൈറ്റായി മാറുകയുള്ളൂ. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇരിസാലയുടെ ഇന്നത്തെ അതായത് AP വിഭാഗത്തിൻ്റെ മുഖമാസികയിൽ വന്നിരിക്കുന്ന ലേഖനം, ആ ലേഖനത്തിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണം എന്നുള്ളതാണ്. അവിടെ ഒരു കൺസിഡർ എന്താണ് അല്ല AP നോക്കൂ, ഈ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആരുടെ വോട്ട് ഭിന്നിപ്പിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സമസ്ത ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു നിലപാടെടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. CPM-ൻ്റെ ഭാഗത്തു നിന്ന്, ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് സമസ്തയെ പിളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പിന്നെ നടന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. സമസ്ത ആദ്യമായി അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിൽ അത് നടക്കാൻ സാധ്യതയില്ല. ശ്രമങ്ങളൊക്കെ എടുക്കുന്നെങ്കിൽ തന്നെ ഒരു ന്യൂനപക്ഷ വിഭാഗമേ എടുക്കൂ. നേരത്തെ നമ്മുടെ ബൈറ്റിൽ അത് കണ്ടിരുന്നതാണ്. അപ്പം എന്തായാലും നെഞ്ചിടി പേറുന്നില്ല എന്നാണ് ജിമ്മിയുടെ. തൽക്കാലം വേണ്ട. ഇനി നാളെ മറ്റന്നാളും 2 ദിവസം കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. Meet the editors.